അങ്ങനെ കേന്ദ്ര സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ആ സമയം വരെയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കാനായിട്ടുള്ള പലവിധ പരിശ്രമങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ. പ്രധാനെ ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റി മറ്റൊന്നിലാക്കാമെന്നുള്ള കാര്യം പോലും മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനൊന്നും തന്നെ വഴങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. ആ വിദ്യാർത്ഥികളുടെ ദൃഢനിശ്ചയത്തിൻ്റെ വിജയമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഈ സമരത്തിലൂടെ തെളിഞ്ഞത്. ഗാന്ധിയൻ സമരമുറയുടെ ശക്തി പൂർണ്ണമായി തെളിയിച്ച ഒരു സമരമായിരുന്നു ഇത്. കൃത്യമായി തന്നെ വിദ്യാർത്ഥികൾ ഒരു അക്രമത്തിലേക്കും പോവാതെ ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ഒരു കൈയിൽ ഇന്ത്യൻ ദേശീയ പതാകയും ഏന്തിക്കൊണ്ടാണ് അവർ സമരത്തിൽ മുഴുകിയത്. അതേസമയം തന്നെ ആ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ കാണിക്കാവുന്ന എല്ലാ വൃത്തികേടുകളും അവിടെ നടക്കുകയുണ്ടായി. ലൂഡ് കണക്കിന് കല്ല് കൊണ്ടുവെക്കുക, അതിലെത്തെറിയുക, തകർന്ന വാഹനങ്ങൾ അവിടെ കൊണ്ടിട്ടിട്ട് അത് സമരക്കാർ തകർത്താണെന്ന് പറയുക, അങ്ങനെയുള്ള പതിവ് പരിപാടികൾ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഡൽഹി പോലീസ് കമ്മീഷണറെ പോലും മാറ്റി പുതിയ ആളെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സമരത്തെ അടിച്ചൊതുക്കാൻ നോക്കിയത്. പക്ഷേ സമരത്തെ അടിച്ചൊതുക്കാൻ സാധിക്കില്ല എന്ന് ഈ ഇന്നത്തെ ദിവസത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം സമരപന്തലിലേക്കുള്ള വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പ്രവാഹം കൂടിക്കൂടി വരികയായിരുന്നു. ഇത് ഒരു തരത്തിലും നിയന്ത്രിക്കാനാവില്ല എന്ന് കണ്ടാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. അതിനുശേഷം നടന്ന ചർച്ചയിൽ സർക്കാർ ഈ കുട്ടികളുടെ നേരെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന FIRകൾ പുനഃപരിശോധിക്കാമെന്നും ഇനി കേസെടുക്കില്ലാമെന്നും കൃത്യമായിട്ട് വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പൂർണ്ണമായൊരു വിജയമായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ഈ 26 ദിവസം നീണ്ടു നിന്ന ഈ സമരം. അതിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് കൊളുത്തിവിട്ട ജ്വാലകൾ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, കത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പാറ്റ്നയിൽ ഇതേ സമയം തന്നെ വലിയ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായി. പ്രക്ഷോഭത്തിൽ ഇപ്പോൾ പോലീസ് വെടിവെപ്പും നടന്നിട്ടുണ്ട്. തേജ് പ്രസാദ് യാദവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാറ്റ്നയിൽ സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ കാണുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ കൊളുത്തിവിട്ടിട്ടുള്ള ജ്വാല മറ്റിടങ്ങളിലേക്കും പടരുകയാണ്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള തികച്ചും സ്വന്തം സൗകര്യമനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ സമരത്തിൽ നിന്ന് ഭരണകർത്താക്കൾ പഠിക്കേണ്ടത്. കാരണം ഈ കഴിഞ്ഞ 10-12 വർഷങ്ങളിൽ ഇതുവരെയായിട്ട് ഒരു ശക്തമായ പ്രതിഷേധത്തെ സെൻട്രൽ ഗവൺമെൻറ് നേരിടേണ്ടി വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇപ്പോഴാണ് യഥാർത്ഥത്തിലൊരു വലിയ പ്രശ്നത്തെ നേരിടുന്നത്. അപ്പോൾ നേരിടുന്ന ആ ഘട്ടത്തിലെത്തിയപ്പോഴാണ് അത് എത്രമാത്രം അവർ ദുർബലരാണെന്നും അതുപോലെ വെറും പോലീസിൻ്റെ ബ്രൂട്ട് ഫോഴ്സ് കൊണ്ട് ഈ ജനങ്ങളുടെ ന്യായമായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ പറ്റില്ല എന്നും ഉള്ള പാഠം പഠിക്കുകയും ഇനിയെങ്കിലും അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ ജനഹിതത്തിലുള്ള നയങ്ങളും ആരംഭിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ സമരം വിജയത്തിലെത്തിച്ചത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെയുള്ള അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരങ്ങളിലും എല്ലാം തന്നെ ഈ നാട്ടിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതേ ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിൽ പ്രളയ ദുരന്തം ബാധിച്ചപ്പോൾ 2018 ഈ രക്ഷക്കിറങ്ങിയതും ഇതേ ചെറുപ്പക്കാരാണ്. അവർ നിശബ്ദരായി വരുന്നു, അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കുന്നു, അതിനുശേഷം അവർ പിരിഞ്ഞു പോകുന്നു എന്നുള്ളതായിരുന്നു അവരുടെ രീതി. ഇതുതന്നെയാണ് സ്വാതന്ത്ര്യ സമരകാലത്തും ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരകാലത്തും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ സ്വാതന്ത്ര്യത്തിനായിട്ട് തെരുവിലിറങ്ങി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ ഒഴുകി ഡൽഹിയിലെത്തി. ഇന്ത്യയിലെ ജനങ്ങളുടെ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യക്കാരുടെ ജനാധിപത്യ ബോധത്തെയും സംഘടനാ പാഠവത്തെയും ഇത്തരത്തിൽ വില കുറച്ച് കാണാനാവില്ല എന്ന് ഇനിയെങ്കിലും
കേന്ദ്ര സർക്കാർ പഠിക്കുന്നത് അവർക്ക് നല്ലതാണ്.